ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അതൊന്നും പറഞ്ഞാ കേൾക്കാതെ അവളിങ്ങനെ ചെയ്താൽ ഞാൻ എന്ത് ചെയ്യും? അതുകൊണ്ട് ഞാനോട് വഴക്ക് പറഞ്ഞു. അനുപേട്ടന്റെ കാര്യത്തില് നിങ്ങളുടെയൊക്കെ വിഷമം എനിക്കറിയാം. എത്രയും പെട്ടെന്ന് പ്രശ്നങ്ങളെല്ലാം തീർത്ത് അനുപേട്ടനെ ഞങ്ങൾ കൊണ്ടുവരും. ആന്റി, ആന്റി അങ്കിൾ എവിടെയിരുന്നു? ആ ചേട്ടന്മാരുടെ കൂടെ കാറിൽ ഒരുപാട് സമയം കാത്തിരുന്നു. ചോദിക്കുമ്പോഴൊക്കെ ഇപ്പൊ വരും എന്ന് പറഞ്ഞു. എന്നിട്ടെന്താ വരാതിരുന്നേ? ആന്റി ഇപ്പൊ വന്നല്ലോ. അവര് മോളെ ഒന്നും ചെയ്തില്ലല്ലോ അല്ലേ? അവരൊക്കെ അങ്കിളുടെ ഓഫീസിലെ ജോലിക്കാരല്ലേ. വളരെ ലവബിൾ ആയിട്ട് അവരൊക്കെ സംസാരിച്ച് നല്ല രസമായിരുന്നു. അമ്മേ, മോളെ കൊണ്ടുപോയി കൈ കഴുകിക്കും. അവളുടെ വിചാരം നീയും സച്ചിയും കൂടി ഓഫീസിൽ നിന്ന് ആരെയോ അവളെ കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞു വിട്ടതാന്ന്. ആ ഗുണ്ടകൾ അവളോട് അങ്ങനെയാ പറഞ്ഞത്. സത്യം അതല്ലെന്ന് അവക്കിതുവരെ മനസ്സിലായിട്ടില്ല. എനിക്കെന്തെങ്കിലും സംഭവിച്ചാലും നിങ്ങൾക്ക് ആർക്കും ഒന്നും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ആവണി മോൾക്കൊന്നും വരില്ലെന്ന് ഞാൻ ഉറപ്പ് പറഞ്ഞതല്ലേ? അതിന് നീ എന്ത് ചെയ്തു? ആവണി മോളെ കൊണ്ടുപോയവര് തന്നെ അവളെ തിരിച്ചു കൊണ്ടുവന്നു വിട്ടു. അല്ലാതെ നിനക്ക് ഇതിലൊരു റോളും ഇല്ല. എന്റെ പ്രാർത്ഥന കൊണ്ട് കുഞ്ഞിനെ അവരെ ഉപദ്രവിച്ചില്ല. അത് തന്നെ ഭാഗ്യം. നീ എന്തിനാ മീര അവളെ കുറ്റപ്പെടുത്തുന്ന പോലെ സംസാരിക്കുന്നത്? ആ ചെങ്കൽ മാധവന്റെ അടുത്ത് പോയി അവള് സംസാരിച്ചത് കൊണ്ടല്ലേ മോളെ അവരിപ്പൊ തിരിച്ചു കൊണ്ടുവിട്ടത്. അത് ഇവള് പറയുന്നതല്ലേ? പറയുന്നതെല്ലാം തൊണ്ട തൊടാതെ വിഴുങ്ങാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഇവള് പറഞ്ഞ എല്ലാം സമ്മതിക്കുന്ന ആളാണ് ചെങ്കൽ മധു എന്ന ഗുണ്ടയെങ്കിൽ ആദ്യം ഇവള് അനൂപേട്ടനെ രക്ഷിച്ച് കാണിക്കട്ടെ. അപ്പൊ ഞാൻ സമ്മതിക്കാം ഇവളുടെ മിടുക്കുകൊണ്ടാ മോളെ തിരിച്ചു കിട്ടിയതെന്ന്. എനിക്കിപ്പോ ഒരു കാര്യം ഉറപ്പായി. എല്ലാവരും പറയുന്നതാ ശരി. ഇവള് കാരണം ഇവിടെ എല്ലാം സംഭവിക്കുന്നത്. അതിന് വേണം ആദ്യം പരിഹാരം ഉണ്ടാക്കാൻ. മീരെ മതി. ആന്റി, അങ്കിൾ എന്താ വരാത്തെ? അങ്കിള് വരും. മോള് വാ, അമ്മ ഡ്രസ് മാറ്റി തരാം. വാ, ഇപ്പൊ വരാം. നീ വിഷമിക്കട്ടെ മോളെ. അവളുടെ വിഷമം കൊണ്ട് ചിലപ്പോ പറഞ്ഞതായിരിക്കും. കുഞ്ഞിനെ കാണാനില്ലെന്നറിഞ്ഞ നിമിഷം മുതൽ അവൾ അനുഭവിച്ച സങ്കടം ഞാൻ നേരിട്ട് കണ്ടതാ മോളെ. മോൾ ക്ഷമിക്കേ. ഞാൻ മനഃപൂർവ്വം അനുപേട്ടനെ രക്ഷിക്കുന്നില്ല എന്നതുപോലെ മീരടുത്തയുടെ സംസാരം. അമ്മയ്ക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? രക്ഷപ്പെടുത്താനുള്ളൊരു അവസരം കിട്ടിയാ ഞാൻ എന്റെ അനുപേട്ടനെ രക്ഷിക്കില്ലേ? അതൊക്കെ അമ്മയ്ക്ക് അറിയാം മോളെ. അവളുടെ മനസ്സിന്റെ നിലയിപ്പ് ആകെ തെറ്റിയിരിക്കുക. അവനിപ്പോ പോലീസ് കസ്റ്റഡിയിലല്ലേ. ജയിലിൽ പോകോ അതോ ജാമ്യം കിട്ടോ ഒന്നും അറിയില്ലല്ലോ. പുറത്തിറങ്ങിയ അവനെ കൊല്ലാൻ വേണ്ടി കാത്തിരിക്കുന്ന ഗുണ്ടകൾ. അതിനിടയ്ക്ക് മോളെ ആ ഗുണ്ടകൾ തട്ടിക്കൊണ്ടുപോയി. ഇതൊക്കെ അറിഞ്ഞ ഏതമ്മയുടെ സമനിലയാ തെറ്റാത്തത്? അവൾ ഇത്രയൊക്കെയല്ലേ പറഞ്ഞോളൂ. പോട്ടെ, മോളിരിക്കെ. ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. എനിക്കൊന്നും വേണ്ട അമ്മ. അല്ല മോളെ സച്ചി എവിടെ പോയി? പറഞ്ഞു തീർന്നില്ല, ദാ അവനെത്തി. താൻ എന്ത് പണിയോടെ കാണിച്ചത്? ആവണി മോളെ ഞാൻ പോയി കൊണ്ടുവരാന്ന് പറഞ്ഞതല്ലേ. പിന്നെന്തിനാ താൻ ഈ റിസ്ക് എടുത്തേ? വയ്യാതിരിക്കുന്ന ഈ സമയത്ത് താൻ എന്തിനാ അങ്ങോട്ട് പോയേ? അമ്മേ, അമ്മ ഒന്ന് കേൾക്കണം. ശരീരം അനക്കരുതെന്ന് ഡോക്ടർ പ്രത്യേകങ്ങളോട് പറഞ്ഞതാ. ആറ്റുനോറ്റ് പ്രാർത്ഥനയും വഴിപാടും കഴിച്ച് കിട്ടിയ കുഞ്ഞാ ഇത്. ഈ ടെൻഷന്റെ ബഹളത്തിനിടയ്ക്ക് അതിനെന്തെങ്കിലും സംഭവിച്ച? കുടുംബത്തിൽ എന്ത് കാര്യം വന്നാലും മുന്നും പിന്നും നോക്കാതെ അതിനുവേണ്ടി ചാടിയിറങ്ങും. ഇനിയെങ്കിലും അതൊന്ന് നിർത്താൻ അമ്മയുള്ളോടൊന്ന് പറയണം.
അല്ലെങ്കിൽ ടെൻഷൻ അടിച്ച് എനിക്ക് എന്തെങ്കിലും സംഭവിക്കും. മോനെ സച്ചേട്ടാ, എന്തിനെങ്ങനെ വിഷമിക്കുന്നേ? എനിക്കൊന്നും സംഭവിച്ചില്ലല്ലോ. ആവണിമോള് ഒരു കുഴപ്പം കൂടാതെ തിരിച്ചു വരികയും ചെയ്തു. അവരിതൊക്കെ ചെയ്യുന്നത് എന്തിനാന്ന് തനിക്ക് അറിയാവോ? എന്നിട്ടും തനിക്കെന്താ ഇത്ര സീരിയസ്നെസ് ഇല്ലാത്തത്? സച്ചേട്ടാ, അനൂപേണ്ണെ രക്ഷിക്കാൻ നമുക്ക് ഇതുവരെ പറ്റിയിട്ടില്ല. അതിനിടയ്ക്ക് ആവണിമോ കൂടി എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് താങ്ങാൻ ആർക്കും പറ്റില്ല. അതുകൊണ്ട് ഞാൻ ആ മധുവിനെ പോയി കണ്ടത്. എന്നിട്ട് അവന്റെ കാല് പിടിച്ചു അല്ലേ? ആവണിമോക്ക് വേണ്ടി ഞാൻ ആരുടെ കാല് വേണമെങ്കിലും പിടിക്കും. അവളെ നഷ്ടപ്പെട്ടിട്ട് നമ്മൾ പിന്നെ ജീവിച്ചിട്ട് കാര്യമുണ്ടോ? നിങ്ങൾ ആരും വിചാരിക്കുന്ന പോലെയല്ല. ആ മധുവിന് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ അവന് മനസ്സിലായി. ആവണിമോളെ അവര് തന്നെ തിരിച്ചുകൊണ്ട് വിടുകയും ചെയ്തു. അതുകൊണ്ട് ഞാൻ അനുഭവിച്ച ടെൻഷൻ ഇല്ലാതാവോ? എടോ, ഇപ്പൊ താൻ ഒറ്റയ്ക്കല്ല, ഉള്ളിലൊരു ജീവൻ കൂടിയുണ്ട്. ഇനിയെങ്കിലും ഇങ്ങനെയുള്ള റിസ്ക് ഒന്നും എടുക്കരുത്. മോളെ, സച്ചി പറയുന്നത് ശരിയല്ലേ? അവൻ പോയി മോളെ കൊണ്ടുവരാന്ന് പറഞ്ഞല്ലേ? പിന്നെ നീ എന്തിനാ ഒറ്റയ്ക്ക് പോയത്? ആ സമയത്ത് എനിക്കങ്ങനെ തോന്നി, ഞാൻ അങ്ങനെ ചെയ്തു. ഒരു കാര്യം ഞാൻ അമ്മയോട് പറയാം. എനിക്ക് ജീവനുണ്ടെങ്കിൽ അനൂപേട്ടനെ ഞാൻ തിരിച്ചു കൊണ്ടുവന്നിരിക്കും. ഇക്കാര്യം അമ്മ ഏട്ടത്തിയോടും കൂടി പറഞ്ഞേക്കാം. സച്ചേട്ടാ, വണ്ടി എടുക്കാം, നമുക്ക് പോവാം. സച്ചേട്ടാ, വാ പോവാം. മോനെ, മോനിനെ അവളെ വഴക്കൊന്നും പറയണ്ട. എന്തായാലും ഒന്നും സംഭവിച്ചില്ലല്ലോ. അമ്മേ, അർച്ചനയുടെ ഹെൽത്ത് കണ്ടീഷൻ വളരെ മോശമാണ്. 3 മാസം ശരീരം അനക്കാൻ പാടില്ല, റെസ്റ്റ് എടുക്കണമെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അതൊന്നും പറഞ്ഞാൽ കേൾക്കാതെ അവളിങ്ങനെ ചെയ്താൽ ഞാൻ എന്ത് ചെയ്യും? അതുകൊണ്ട് ഞാനോട് വഴക്ക് പറഞ്ഞു. അനുപേട്ടന്റെ കാര്യത്തില് നിങ്ങളുടെയൊക്കെ വിഷമം എനിക്കറിയാം. എത്രയും പെട്ടെന്ന് പ്രശ്നങ്ങളെല്ലാം തീർത്ത് അനുപേട്ടനെ ഞങ്ങൾ കൊണ്ടുവരും. പോയിട്ട് വരാം.